ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് വിൽ ബി ഏബിൾ ടു എന്നുള്ളതാണ്. ഇത് സാധാരണയായിട്ട് സാധിക്കും, കഴിയും അല്ലെങ്കിൽ പറ്റും എന്നുള്ള അർത്ഥത്തിലാണ് വിൽ ബി ഏബിൾ ടു യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫോർമാറ്റ് 2 സെൻറ്റൻസ് സാധാരണയായിട്ട് ഉണ്ടായിരിക്കും. ആദ്യത്തെ സെൻറ്റൻസിൽ ഇഫ് വരുന്നതാണ്. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്, സിമ്പിൾ വെർബ് ചേർക്കുക. അതിനുശേഷം സബ്ജക്റ്റ് പ്ലസ് വിൽ ബി ഏബിൾ ടു പ്ലസ് വെർബ് ചേർക്കുക. ഒരു എക്സാമ്പിൾ നോക്കാം. പൂർണ്ണമായും ബെഡ് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരാഴ്ചയ്ക്കകം നിങ്ങൾക്ക് നടക്കാൻ കഴിയും അല്ലെങ്കിൽ സാധിക്കും. ഇഫ് യു ടേക്ക് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് യു വിൽ ബി ഏബിൾ ടു വോക്ക് ഇൻ എ വീക്ക്. ഇവിടെ ഓർത്തിരിക്കുക, ഇഫ് കഴിഞ്ഞിട്ട് നമ്മൾ സിമ്പിൾ വെർബാണ് ചേർത്തിരിക്കുന്നത്, ടേക്ക്. അതുപോലെ യു വിൽ ബി ഏബിൾ ടു കഴിഞ്ഞിട്ട് വോക്ക് എന്ന് പറയുന്ന വെർബാണ് ചേർത്തിരിക്കുന്നത്. അടുത്തത്, ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ 1 മാസം കൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ലതുപോലെ സംസാരിക്കാൻ കഴിയും. ഇഫ് യു പ്രാക്ടീസ് ലൈക്ക് ദിസ് യു വിൽ ബി ഏബിൾ ടു സ്പീക്ക് ഗുഡ് ഇംഗ്ലീഷ് ഇൻ എ മന്ത്. അപ്പോൾ ഈ 2 എക്സാമ്പിൾസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അടുത്ത എക്സാമ്പിൾ, നീ നല്ലതുപോലെ പഠിക്കുന്ന പക്ഷം ഫസ്റ്റ് റാങ്ക് വാങ്ങുവാൻ കഴിയും. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് ഫസ്റ്റ് റാങ്ക്. അവിടെ ഇഫ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് സ്റ്റഡി, അതുപോലെ യു വിൽ ബി ഏബിൾ ടു കഴിഞ്ഞ് ഗെറ്റ് എന്ന് പറയുന്ന വെർബാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പുറപ്പെടുകയാണെങ്കിൽ 5:30 മുൻപ് നമുക്കവിടെ എത്താൻ സാധിക്കും. ഇഫ് വി സ്റ്റാർട്ട് early we will be able to reach there by 5:30. അടുത്തത് നെഗറ്റീവ് സെൻറ്റൻസുകളാണ്. സാധിക്കില്ല എന്ന് അർത്ഥം വരും. അതിൻ്റെ ഫോർമാറ്റ് സബ്ജക്റ്റ് പ്ലസ് വോണ്ട് ബി ഏബിൾ ടു പ്ലസ് വെർബാണ്. എക്സാമ്പിൾസ് നോക്കാം. ഈ രീതിയിൽ നടക്കുവാണെങ്കിൽ നമുക്കവിടെ സമയത്ത് എത്താൻ പറ്റില്ല. ഇഫ് യു വാക്ക് ലൈക്ക് ദിസ് വി വോണ്ട് ബി ഏബിൾ ടു റീച്ച് ദർ ഇൻ ടൈം. നമ്മൾ വൈകുകയാണെങ്കിൽ മന്ത്രിയെ കാണുവാൻ സാധിക്കുകയില്ല. ഇഫ് വി ആർ ലേറ്റ് വി വോണ്ട് ബി ഏബിൾ ടു മീറ്റ് ദ മിനിസ്റ്റർ. അടുത്തത് ക്വസ്റ്റ്യൻ ഫോമാണ്. സാധിക്കുമോ എന്ന് അർത്ഥം. അതിൻ്റെ ഫോർമാറ്റ് വിൽ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബി ഏബിൾ ടു പ്ലസ് വെർബ്. എക്സാമ്പിൾ, ഈ മരത്തിൽ കയറാൻ ആർക്ക് കഴിയും? ഹൂ വിൽ ബി ഏബിൾ ടു ക്ലൈംബ് ദ ട്രീ. അവിടെ വെർബ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, ക്ലൈംബ് എന്നുള്ളത്. നിങ്ങൾക്ക് നാളെ എത്ര മണിയാകുമ്പോൾ ഇവിടെ വരാൻ കഴിയും? വാട്ട് ടൈം വിൽ യു ബി ഏബിൾ ടു കം ടുമോറോ. ലാസ്റ്റ് എക്സാമ്പിൾ, ഈ പുസ്തകത്തിൽ നിന്നും ദിവസം 10 പേജുകൾ പഠിക്കുകയാണെങ്കിൽ എനിക്ക് നല്ലതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കുവാൻ പറ്റുമോ? വിൽ ഐ ബി ഏബിൾ ടു സ്പീക്ക് ഗുഡ് ഇംഗ്ലീഷ് ഇഫ് ഐ സ്റ്റഡി 10 pages ഫ്രം ദിസ് ബുക്ക് എവരി ഡേ. അപ്പോൾ വിൽ ബി ഏബിൾ ടു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ പുതിയ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.